തമിഴക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിയ വിജയ് ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കരൂർ ദുരന്തത്തിലെ അന്വേഷണത്തിൽ ഇന്ന് CBIക്ക് മുന്നിലായിരുന്നു മണിക്കൂറുകളോളം വിജയ്. ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് വിജയ് ചെന്നൈയിൽ നിന്ന് എത്തിയത്. മോശം കാലാവസ്ഥയൊക്കെ മൂലം കുറച്ച് വൈകാനൊക്കെ അവിടെ വിമാനം ഇറങ്ങാനൊക്കെ വൈകി. പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് പോയി. പക്ഷേ ഇതാ നാളെയും ചോദ്യം ചെയ്യലുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് CBI. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഇന്ന് കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ വിജയ് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നില്ല. എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ വിജയ് പറഞ്ഞിട്ടുണ്ടാവുക? തന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, പ്രാദേശിക ഭരണകൂടം പോലീസിനുണ്ടായ വീഴ്ച എന്നാണോ? ദിവിഷ, ഏറ്റവും പുതിയതായി ഒരു വിവരം കൂടി വന്നിരിക്കുകയാണ്. നാളെ ഈ സമൻസ് നൽകിയിരുന്നു, അതായത് വിജയോട് വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു CBI. എന്നാൽ ഈ തീയതി മാറ്റി നൽകണമെന്നുള്ള കാര്യം ഇപ്പോൾ വിജയ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജയ് നാളെ ഹാജരായേക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ദിവസത്തേക്ക് ഈ സമൻസ് മാറ്റി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. പൊങ്കൽ പ്രമാണിച്ച് സാവകാശം വേണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിജയ് CBI ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. CBI ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രകാരമാണെങ്കിൽ പൊങ്കലിന് ശേഷം മറ്റൊരു ദിവസത്തേക്ക് വിജയ്ക്ക് സമൻസ് മാറ്റി നൽകും എന്നുള്ള വിവരം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഒരു പക്ഷേ നാളെ വീണ്ടും CBIക്ക് മുന്നിൽ വിജയ് ഹാജരാകേണ്ടി വരില്ല. നാളെ അദ്ദേഹം നേരത്തെ വൈകിട്ട് എന്നുള്ള കാര്യമായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന സമയത്ത് തന്നെയാണ് നാളെയും തന്നെ വിളിപ്പിക്കരുത്, മറ്റൊരു ദിവസത്തേക്ക് തനിക്ക് ഈ സമൻസ് മാറ്റി നൽകണമെന്നുള്ള കാര്യം CBI ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചതെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ മൊഴിയെ സംബന്ധിച്ച് പല കാര്യങ്ങൾ വിജയ്ക്ക് മുൻപിൽ ചോദ്യങ്ങളായി നേരത്തെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അത് വിജയ് വൈകിയെത്തിയത് മുതൽ ഈ സുരക്ഷാ പാളിച്ചകൾ, സുരക്ഷാ വിന്യാസങ്ങൾ ഏതൊക്കെ തരത്തിൽ എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ളതായിരുന്നു. എന്തായാലും അതിലെല്ലാം തന്നെ തൻ്റെ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, മറിച്ച് പ്രാദേശിക ഭരണകൂടമാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായത്. ആ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ വീഴ്ചകളാണ്. മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല. അവിടെ അത്തരത്തിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായപ്പോൾ അത് കൃത്യമായി ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മൊഴിയായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്നും പോയത്, അതായത് ആശുപത്രിയിലേക്ക് പോലും വരാതെ ചെന്നൈയിലേക്ക് മടങ്ങിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ CBI ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വെച്ചിരിക്കുന്നു. അതാണ് എന്തായാലും നിലവിൽ ഇന്ന് വിജയ് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ള കാര്യം ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയാം, നേരത്തെ തന്നെ DMKയും അതുമല്ലാതെ മറ്റ് ഗൂഢാലോചനകൾ നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്നുള്ള കാര്യം തന്നെയാണ് TVKയും വിജയും ഒരു വാദമായി ഉന്നയിച്ചത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും മൊഴിയെടുക്കുന്ന സമയത്തും വിജയ് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിജയുടെയും അതുപോലെ TVKയുടെയും ആവശ്യപ്രകാരമായിരുന്നു സുപ്രീം കോടതി ഈ ഒരു കേസ് അന്വേഷണം CBIക്ക് വിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് CBI മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകുന്നതിന് പകരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ കരൂർ ദുരന്തം ഒരു വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുമ്പോൾ ജനനായകന്റെ റിലീസ് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് വിജയെ നയിച്ചത്. മദ്രാസ് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. നാളെ കേസ് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. തമിഴ് രാഷ്ട്രീയം പലപ്പോഴും സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. വിജയ് കൂടി രംഗപ്രവേശനം ചെയ്തതോടെ അത് ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ വിജയ് പറയാനും ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ജനനായകനിൽ ഉള്ളത്. തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ ഒരുപാട് ഇത്തരം സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ നാടകീയമായ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ.